ഹായ് ഓൾ, സൺഡേ ചാറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് തൃശ്ശൂർ പട്ടണത്തിനോട് വളരെയധികം അടുത്ത് കിടക്കുന്ന വിയൂർ നിത്യസഹായ മാതാവിന്റെ ദേവാലയത്തിലേക്കാണ്. വിധിക്കരുത് എന്ന വിഷയമാണ് നമ്മൾ അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ വിത്ത് ജീസസ് ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ജീസസ്. ആധ്യാത്മിക തേജസ്സാർന്നതും മനോഹരവുമായ വിയൂരിലെ നിത്യസഹായ മാതാ ദേവാലയമാണിത്. തൃശൂർ അതിരൂപതയിലെ ചേറൂരിൽ വിജയപുരം സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിന്റെ കീഴിലുള്ള വിയൂർ പാടുക്കാട് പ്രദേശങ്ങളിലെ കത്തോലിക്ക വിശ്വാസികളുടെ ചിരകാല സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ ദേവാലയം. 1967 ദേവാലയ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്, വിശ്വാസികളെ ഒരുക്കിയത് അന്നത്തെ വിജയപുരം വികാരി ഫാദർ സെബാസ്റ്റ്യൻ അറക്കിലാണ്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ അക്രൈസ്തവരടക്കമുള്ള അനേകരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി 1977 വിജയപുരം ഇടവക വികാരിയായിരുന്ന ജോസ് ആലപ്പാട്ടച്ചന്റെ നേതൃത്വത്തിൽ ദേവാലയ നിർമ്മാണം പൂർത്തീകരിച്ചു. 1979 ജനുവരി 27 നിത്യസഹായ മാതാവിന്റെ നാമത്തിലുള്ള ദേവാലയം തൃശൂർ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കുണ്ടുവളം പിതാവ് വെഞ്ചരിക്കുകയും ചെയ്തു. നിത്യസഹായ മാതാവിന്റെ ഈ ദേവാലയം സ്വതന്ത്ര ഇടവകയായ ശേഷം ദേവാലയ തിരുനാൾ ആഘോഷിക്കുന്നത് ജനുവരി മാസത്തിലെ ശനി ഞായർ ദിവസങ്ങളിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് വിയൂർ നിത്യസഹായ മാതാവിന്റെ ദേവാലയത്തിലാണ്. നമ്മളോടൊപ്പം പ്രിയ വികാരി ഫാദർ മാത്യു കുറ്റിക്കോട്ടയിലും കൈക്കാരന്മാരും ബ്രദറുമാണ്. അച്ഛാ സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, ഞങ്ങളുടെ ശാലും ഇവിടെ വന്നിട്ടുള്ളത് വിധിക്കരുത് എന്ന വിഷയത്തെ ചർച്ച ചെയ്യുവാനായിട്ടാണ്. അപ്പോൾ അച്ഛനെ കുറിച്ചും ഈ ദേവാലയത്തെ കുറിച്ചും ഇവിടുത്തെ വിശേഷവും ഞങ്ങൾ ശാലോംകാരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? ഈ ദേവാലയം 1979 സ്ഥാപിതമായത്. 1989 ഇതൊരു ഇടവകയായിട്ട് ഉയർത്തപ്പെട്ടത്. ഞാനിപ്പോൾ 19ാമത്തെ വികാരിയായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് നേരത്തെ ചേറൂർ ഇടവകയുടെ ഭാഗമായിരുന്നു. ഈ പ്രദേശത്ത് ആളുകളുടെ പോപ്പുലേഷൻ കൂടിയപ്പോൾ ഇതിനെ ബൈഫർക്കേറ്റ് ചെയ്ത് ഒരു ഇടവകയാക്കി ഉയർത്തിയതാണ്. അതിനുശേഷം ഇടവക ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്നു. ഏകദേശം 500ഓളം വീട്ടുകാർ ഇടവകയിലുണ്ട്. 4 കൈക്കാരന്മാർ ഇടവകയുടെ സാരഥികളായിട്ട് എൻ്റെ ഇടവം വലവിൽ നിന്ന് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് നടത്തിയക്കാരൻ ശ്രീ ലാസർ നീലങ്കാവിൽ, ഇത് ഞങ്ങളുടെ ചെറുപ്പക്കാരനായ കൈക്കാരൻ ശ്രീ അഗ്രി ഫ്രാൻസിസ്, ഇദ്ദേഹം പല പ്രാവശ്യം കൈക്കാരനായിട്ട് ഇടവകയിൽ ശുശ്രൂഷ ചെയ്തിട്ടുള്ള ശ്രീ CT ജോയ്, ഇദ്ദേഹം പിന്നെ പാസ് കൗൺസിൽ മെമ്പറും അതിരൂപതയിലെ കുടുംബ കൂട്ടായ്മയുടെ ഭാരവാഹിയായിട്ടുള്ള ആളാണ്. ഈ കൈക്കാരന്മാരുടെ പ്രത്യേകമായ ഇടപെടൽ മൂലമാണ് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്താനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഇവിടെ ഞങ്ങൾക്ക് 13 കുടുംബ കൂട്ടായ്മകളുണ്ട്. ആ കുടുംബ കൂട്ടായ്മകളുടെ പ്രസിഡന്റുമാരും മറ്റ് ഭാരവാഹികളും ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളും നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നു. അതുകൊണ്ട് പൊതുവിലൊരു ജീവനുള്ള ഇടവകയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാറ്റഗിസം യൂണിറ്റും വളരെ കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ അവരെ കാണും. അവർ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അധ്യാപകരൊക്കെ ആത്മാർത്ഥമായിട്ട് സേവനം ചെയ്യുന്നുണ്ട്. ഞങ്ങളൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, ഇവിടുത്തെ ഏകദേശം ഒരു 50% ആളുകൾ, പ്രത്യേകിച്ച് യങ് കപ്പിൾസൊക്കെ വിദേശത്ത് കുടിയേറിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ പോയിരിക്കുന്നതുകൊണ്ട് കുട്ടികളുടെ സാന്നിധ്യം, ചെറുപ്പക്കാരുടെ സാന്നിധ്യം ഇടവകയിൽ വളരെ കുറവാണ്. മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ്, അധികം ആളുകളും പ്രായമായ ആളുകളാണ്. ചില വീടുകളിൽ പ്രായമായവർ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് ഇടവകയുടെ ഇപ്പോഴത്തെ അവസ്ഥ. എങ്കിലും ഉള്ള കുട്ടികളൊക്കെ എല്ലാ കാര്യങ്ങളും സഹകരിക്കുന്നുണ്ട്. അധ്യാപകരും വളരെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു നന്നായിട്ട് ഞങ്ങൾക്ക് കാറ്റഗിസം യൂണിറ്റൊക്കെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഇടവക എന്ന് പറഞ്ഞാൽ പൊതുവിൽ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഞാൻ പറഞ്ഞതുപോലെ പല ഭാഗത്തു നിന്ന് ഇവിടെ മൈഗ്രേറ്റ് ചെയ്ത് താമസിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിൻ്റേതായ ചില പ്രത്യേകതകളുണ്ട്. അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവായിട്ടുള്ള ചില പ്രത്യേകതകൾ ഇടവകയിലുണ്ട്. എങ്കിലും കുറേ വർഷങ്ങളാകുമ്പോൾ അവർ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇടവകയുടെ പൊതുധാരയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. തൃശ്ശൂർ ഉപതയിലിപ്പോൾ ടൗണിലുള്ള ഇടവകളിലൊന്നാണിത്. ടൗണിലെ നിത്യസഹായ മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഏക ഇടവക ഈ ഇടവകയാണ്. അതുകൊണ്ട് തന്നെ പല ഭക്തരൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചൊക്കെ പോകാറുണ്ട്. പിന്നെ എന്നെക്കുറിച്ച് പറഞ്ഞാൽ, ഞാനിപ്പോൾ വൈദികനായിട്ട് 37 വർഷമായി. ഇപ്പം എനിക്ക് ഈ ഇടവകയിൽ വന്ന ശേഷം അതിരൂപതയിലും ഒരു ശുശ്രൂഷയുണ്ട്. അതിരൂപത കോടതിയുടെ ചാർജ് കൂടി എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ബ്രദർ സെബിൻ. അദ്ദേഹം
ഇപ്പോൾ ഷെൻസ്റ്റാർട്ട് സന്യാസ സമൂഹത്തിലെ അംഗമാണ്, സബ് ഡീക്കനാണ്. പാസ്റ്ററൽ എക്സ്പീരിയൻസിന് അജപാലന ശുശ്രൂഷയിൽ പരിശീലനം നേടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എല്ലാ ദിവസവും ഇവിടെ കുർബാനയിൽ സംബന്ധിക്കും, കുർബാനയ്ക്ക് കൊടുക്കാനായിട്ട് എന്നെ സഹായിക്കും. കുട്ടികളുടെ മതബോധനത്തിൽ ACC ക്ലാസ്സിൽ അദ്ദേഹം അധ്യാപകനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. അതുപോലെ തന്നെ യൂത്തിൻ്റെയും മറ്റു പല സംഘടനകളെയും ആനിമേറ്ററൊക്കെ ആയിട്ട് അദ്ദേഹം പല രീതിയിലും ഇടവകയെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രദറിൻ്റെ ശുശ്രൂഷയ്ക്ക് മൂലം ഇടവകയ്ക്ക് പുതിയൊരു ചൈതന്യം പകരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള കുട്ടികൾ ട്യൂഷനും പലവിധ പരിപാടികൾ കാരണം വളരെ ബിസിയാണെങ്കിൽ തന്നെയും കാറ്റഗറിസിൻ്റെ കാര്യത്തിൽ അവർ മുടക്കം വരുത്താറില്ല. കൃത്യമായിട്ട് അവർ വരാറുണ്ട്, എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നു. ശാലോം TV ഇങ്ങനെ വന്ന് ഞങ്ങൾ കുട്ടികളെ കാണാനും അവരുടെ വിശേഷങ്ങൾ ചോദിക്കാനും അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെ നല്ല മനസ്സ് കാണിച്ചതിന് വളരെ സന്തോഷമുണ്ട്. നിങ്ങളെ വളരെ സ്നേഹത്തോടു കൂടി ഈ വിയ്യൂർ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിധിക്കപ്പെടാതിരിക്കാൻ നീയും വിധിക്കരുത്. എന്താണ് വിധി? എന്താണ് വിധിയെക്കുറിച്ച് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? സംസാരിക്കുമ്പോൾ അത് വിധിയാകാതിരിക്കാൻ നാം എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സോ ലെറ്റ്സ് പ്രൈസ്. ആരെയും വിധിക്കരുത് എന്ന് പറയാനുള്ള കാരണം എന്താണ്? നമ്മളെ ദൈവം ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് നന്മകൾ ചെയ്ത് ജീവിക്കാനാണ്. മറ്റുള്ളവരെ കുറ്റം പറയാനോ അവരെ വിധിക്കാനോ വേണ്ടിയിട്ടൊന്നല്ല നമ്മളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. പരമാവധി നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ഈശോയോട് നമ്മളെക്കാൾ അധികം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ വിധിക്കാൻ നമ്മൾ ആൾക്കാരല്ല. അതെ, വിധിയല്ല, പ്രാർത്ഥനയാണ് ഈശോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? ഓക്കെ, വേറെ എന്താണ് മോൻ പറയാനുള്ളത്? മോനൊന്ന് ഫ്രണ്ടിലോട്ട് വരാമോ? വിധിക്കാനുള്ളൊരു ഇത് നമ്മൾക്ക് തന്നിട്ടില്ലേ ദൈവം. മാത്രമല്ല, പെട്ടെന്നൊരു വിധി നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എല്ലാം അറിഞ്ഞും മനസ്സിലാക്കിയിട്ടും ഒക്കെ വേണം വിധിക്കാൻ. അതെ, പെട്ടെന്നുള്ളൊരു വിധിയല്ല, പക്ഷെ മറിച്ച് സ്നേഹമാണ് കർത്താവ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്, അല്ലേ? ഇനി ആർക്കാണ് ഈ ഒരു വിഷയത്തിൽ പറയാൻ സാധിക്കുക? വിധിക്കരുതെന്ന വാക്ക് എനിക്ക് കേട്ടപ്പോൾ തോന്നിയത് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാൻ പാടില്ല എന്നാണ്. ഇപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് എൻ്റെ അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു കുട്ടിയെടുത്ത് സ്കൂളിൽ ഇങ്ങനെ ഓരോരോ കുട്ടികളടുത്ത് ഇങ്ങനെ പറയുമ്പോൾ അവരിങ്ങനെ ചോദിക്കും, നിങ്ങൾക്ക് ആ കുട്ടീനെ കുറിച്ച് എന്തെങ്കിലും നന്നായിട്ട് നിങ്ങൾ അറിയോ? അപ്പോൾ അങ്ങനെ നമ്മൾ അനാവശ്യമായ അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ലാന്നാണ് ഈ വാക്ക് എനിക്ക് കേട്ടപ്പോൾ തോന്നിയത്. ഓക്കെ, നല്ലൊരു ഐഡിയ കൊടുക്കാം വിധിയെക്കുറിച്ച്, അല്ലേ? വിധിയെക്കുറിച്ച് നമ്മുടെ ഈശോ, രക്ഷകനായ യേശു ക്രിസ്തു എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്നത്. സ്ലീഹ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരും അങ്ങനെയല്ല. നമ്മൾ അവരെ വിധിക്കാൻ നമ്മൾ ആരുമല്ല. നമ്മുടെ സർവശക്തനും സർവാധിപനുമായ ഈശോയാണ് അന്ത്യവിധിയിൽ വിധിയാളനാവുന്നത്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, വിധിക്കാനുള്ള അധികാരം നമുക്കല്ല. ആർക്കാണുള്ളത്? ദൈവത്തിനുള്ളത്. ഇനി ആർക്കാണ് പറയാൻ സാധിക്കുക വിധിയെക്കുറിച്ച്? സുവിശേഷത്തിൽ യേശു പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പുറമേ കാണുന്നത് പോലെ വിധിക്കാതെ നീതിപൂർവ്വം വിധിക്കുക എന്ന്. നമ്മൾ പലപ്പോഴും വിധിക്കാറുള്ളത് പുറമേയുള്ള ഭംഗിയും അല്ലെങ്കിൽ പുറമേ അവർ കാണിക്കുന്ന പ്രവൃത്തി അനുസരിച്ചാണ്. അപ്പം നമ്മുടെ വിധി എപ്പോഴും തെറ്റായി പോകാറുണ്ട്. നമ്മളെപ്പോഴും യേശുവിന്റെ കരുണയുടെ മുഖമാണ് ആവേണ്ടത്. സുവിശേഷത്തിൽ പറയുന്നു, അന്ത്യവിധി വരെ യേശുവിന്റെ കരുണയ്ക്ക് എല്ലാവരും അർഹരാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ നമ്മുടെ രീതിക്ക് വിധിക്കാൻ പാടില്ല. ഓക്കെ, നല്ലൊരു ഐഡിയ കൊടുക്കാം. നമ്മൾ പലപ്പോഴും നമ്മുടെ വീടുകളിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ ആരാധനാക്രമത്തെക്കുറിച്ചും വൈദികരെ കുറിച്ചും ചിലപ്പോൾ നമ്മുടെ ഇടവകയിലെ പല കാര്യങ്ങളെക്കുറിച്ചും വീട്ടിൽ സംസാരിക്കുമ്പോൾ അതൊരു വിധിയായിട്ട് മാറാറുണ്ട്, അല്ലെങ്കിൽ അതൊരു വിധിക്കലായിട്ട് മാറാറുണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് മറികടക്കാൻ സാധിക്കുക? അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് വിധിക്കലല്ലാതെ നമുക്ക് സംസാരിക്കാൻ പറ്റുക? നമ്മൾ പുരോഹിതരെ കുറ്റം പറയുമ്പോൾ നമ്മളെ തന്നെയാണ് കുറ്റം പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരോഹിതര് നമ്മുടെ സമൂഹത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നമ്മൾ ഓരോരുത്തരും ആണ് പുരോഹിതർ. അപ്പോൾ നമ്മളെ തന്നെ വിധിക്കുകയാണ് ചെയ്യുന്നത്. വിധിക്കാനായിട്ട് അർഹതയുള്ളത് ദൈവത്തിന് മാത്രമാണ്. അത് നമുക്ക് ദൈവം തന്നിട്ടില്ല. അതുകൊണ്ട് വിധിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ, അതായത് ഇവരെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വൈദികരെയും സന്യസ്തരെയും ഒക്കെ നമ്മൾ വളരെയധികം ചീത്ത പറയുന്നത് പോലെയൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ ഇത് ആ വീട്ടിൽ ഉള്ള കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ അവിടുത്തെ യുവതലമുറയ്ക്കും ഒരു ദോഷമായിട്ടാണ് മാറുന്നത്. അവർക്ക് പള്ളിയോട് ഒരു അകൽച്ചയും കൂതാശകളോടൊക്കെ ഉള്ള ഒരു അകൽച്ച ഉണ്ടാവാനുള്ള ഒരു പ്രവണത അവിടെ സംഭവിക്കുന്നുണ്ട്. ഈശോ പറഞ്ഞ കാര്യമാണ് അൾട്ടിമേറ്റ്. ഈശോ വിധിയെക്കുറിച്ച് നമ്മളോട് പറഞ്ഞേക്കുന്നത് പുറമേ
കാണുന്ന കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല നമ്മൾ വിധിക്കേണ്ടത്, നീതിപൂർവം വേണം നമ്മൾ വിധിക്കാൻ. പക്ഷെ നീതിപൂർവം വിധിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കാറില്ല. കാരണം ഓരോരുത്തരുടെ മനോഭാവം വ്യത്യാസമാണ്. ഓരോരുത്തരും ഒരു പ്രശ്നത്തെ നോക്കി കാണുന്ന രീതി പോലെ ആവില്ല മറ്റൊരാൾ നോക്കി കാണുന്നത്. അപ്പം ഓരോരുത്തരുടെ മനോഭാവം അനുസരിച്ചിരിക്കും ഓരോരുത്തരെ പറ്റി നമ്മൾ പറയുന്നത്. അപ്പോൾ വിധിക്കാൻ നമ്മൾ ഒരിക്കലും ബാധ്യസ്ഥരല്ലാതെ ചെയ്യേണ്ടത് ഈശോ തന്നെയാണ്. അപ്പോൾ പരമാവധി നമ്മൾ മറ്റുള്ളവരെ വിധിക്കാണ്ടിരിക്കുക. അത്ര എനിക്ക് പറയാനുള്ളത്. ടീച്ചറെ, എന്താണ് ടീച്ചർക്ക് പറയാനുള്ളത്? കരുണയുടെ മുഖമാണ് ഈശോ നമുക്ക് ഈ 33 വർഷം ലോകത്തിൽ ജീവിച്ചപ്പോൾ നമുക്ക് തന്നത്. സർവാധിപനും സർവശക്തനുമായ ദൈവം വചനം അംശമായിട്ട് ഇവിടെ അവതരിച്ചപ്പോൾ കരുണമയനായിട്ടാണ് നമ്മളോട് എപ്പോഴും സമരക്കാരി സ്ത്രീ, പാപത്തിന് വിധിക്കപ്പെട്ട സ്ത്രീയൊക്കെ ഈശോ അവരോട് പറഞ്ഞത് ഞാനും നിന്നെ വിധിക്കുന്നില്ല എന്നാണ്. അപ്പം നമ്മൾ പരമാവധി മറ്റുള്ളവരെ വിധിക്കാതിരിക്കാൻ ശ്രമിക്കുക, സ്നേഹത്തോടു കൂടി പെരുമാറാനായിട്ട് അവരുടെ യേശുവിൻ്റെ മനോഭാവത്തോടു കൂടി ജീവിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ക്രിസ്തു ശിഷ്യരായ നമ്മൾ യേശുവിൻ്റെ മനോഭാവമാണ് സ്വീകരിക്കേണ്ടതും. അതുകൊണ്ട് തന്നെ കരുണയുടെ മുഖമാണ് നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ അവതരിപ്പിക്കേണ്ടത്, വിധിക്കുകയല്ല വേണ്ടത്. നല്ലൊരു ഐഡിയ കൊടുക്കാം. ടീച്ചർ പറഞ്ഞത് ശരിയല്ലേ? ദൈവകൽപ്പനകളെ രണ്ടായിട്ടാണ് സംഗ്രഹിച്ചിരിക്കുന്നത്. അതിൽ രണ്ടാമതാണ് നിങ്ങളെ പോലെ തന്നെ അയൽക്കാരെ സ്നേഹിക്കുക. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നത് കാരണമാണ് നമ്മൾ മറ്റാരെയും കുറ്റം പറയാത്തത്. അതുപോലെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിച്ചാൽ നമ്മൾ അവരെയും കുറ്റം പറയില്ല. ഓക്കെ, നല്ലൊരു ഐഡിയ കൊടുക്കാം. മരിച്ചാലും മറക്കില്ല കേട്ടോ. ഇത് നമുക്കറിയാം, നമ്മുടെ എവുപ്രാസിമയുടെ ആപ്തവാക്യമാണ്. വിശുദ്ധ എവുപ്രാസിമയെ കുറിച്ച് നല്ലൊരു പ്രസംഗം ഇവിടുത്തെ ഒരു മോൻ ഒരുങ്ങിയിട്ടുണ്ട്. നമുക്കതൊന്ന് കേട്ടാലോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുഹൃദയത്തിന്റെ വിശുദ്ധ എവുപ്രാസിയമ്മ 1877 ഒക്ടോബർ 17 തൃശൂർ ജില്ലയിൽ കാട്ടൂർ എന്ന ഗ്രാമത്തിൽ എലുത്തിങ്കൽ ചേർപ്പുകാരൻ അന്തോണിയുടെയും കുഞ്ഞേത്തിയുടെയും മകളായി ജനിച്ച റോസ എന്ന എവുപ്രാസിയമ്മ പരിശുദ്ധ മാതാവിനോട് വളരെ ഭക്തിയുള്ളവളായിരുന്നു. 9ാം വയസ്സിലുണ്ടായ പരിശുദ്ധ മാതാവിന്റെ ഒരു ദർശനത്താൽ കന്യാസ്ത്രീയാകാൻ തീരുമാനിച്ചു. റോസയുടെ പിതാവിന് ഇത് തീരെ ഇഷ്ടമായിരുന്നില്ലെങ്കിലും സിസ്റ്ററിന്റെ ശക്തമായ പ്രാർത്ഥനയും സഹോദരിയുടെ പെട്ടെന്നുള്ള മരണവും പിതാവിന്റെ മനസ്സുമാറ്റലിന് കാരണമായി. മഠത്തിൽ ചേർന്നതിനു ശേഷം പല രോഗങ്ങളാൽ കണ്ണുവേദനയും യാതനകളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും വിശുദ്ധയുടെ വിനയവും ഭക്തിയും നന്മയും അനുതാപവും കാരുണ്യവും മറ്റുള്ളവർക്ക് മാതൃകയായിരുന്നു. ഇതെല്ലാം കണ്ട് പ്രദേശവാസികൾ വിശുദ്ധയെ പ്രാർത്ഥിക്കുന്ന അമ്മയെന്നും മഠത്തിലുള്ള മറ്റു കന്യാസ്ത്രീകൾ സഞ്ചരിക്കുന്ന ആരാധനാലയം എന്നാണ് വിളിച്ചിരുന്നത്. കാരണം തന്റെ സമയത്തിന്റെ ഭൂരിഭാഗവും അൾത്താരയ്ക്ക് മുന്നിലാണ് ചെലവഴിച്ചിരുന്നത്. 1982 ഓഗസ്റ്റ് 29 ദേവസന്നിധിക്ക് വിളിക്കപ്പെട്ട സിസ്റ്ററിനെ 2014 ഏപ്രിൽ 23 പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തി. പ്രാർത്ഥനയുടെയും കാരുണ്യത്തിന്റെ മുഖമായ അമ്മയെ നമുക്ക് അനുഗ്രഹിക്കാം. ഓഗസ്റ്റ് 29 അമ്മയുടെ കബറുടെ പള്ളിയായ ഒല്ലൂർ മഠത്തിൽ വിശുദ്ധയുടെ തിരുനാൾ സമുചിതം നാം ആഘോഷിക്കുന്നു. ഈ ദിവസം നമുക്ക് പ്രത്യേകം അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. നന്ദി. നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്ന പിള്ളേരാണ് നമ്മുടെ വിയൂരിലത്തെ പിള്ളേര്. സോ അവരെ നല്ലൊരു അടിപൊളി ഡാൻസ് പ്രോഗ്രാം നമുക്ക് കണ്ടാലോ? ഭജപാലകുലജാതനവനീശ്വരം ഭജതേ സദാ കന്യമറിയാസുരം കരുണാനിലയമേകഭൂരക്ഷകം ഭജതേ സദാ ക്രിസ്തുദേവ പ്രഭും. മതിലേനിലേകത ഒരു ഗോഷ്ഠ ജനനം കൈകാൽ കുടഞ്ഞു ചിരിച്ചൊരു പുണ്യം നിജമർത്യ കുലപാപ വൃന്ദാധികരണം ലോകത്തിൻ പാപത്തെ സ്വയമേറ്റ ചരിതം. കാനായി ദേശേ ഭവനമതൊന്നിൽ
അതിരുചിരം തിരുമംഗലഘോഷം അതിഥികളധികം ഭോജം തുച്ഛം കിംകരണീയം ഹൃദയ ക്ലേശം കരുണാമയതവൻ മൊഴിയുന്നു മമ ചാരേ ചടുതി സമാനയ സുജലം ദിവ്യസ്പർശമതൊന്നാൽ ജലമതു ദ്രാക്ഷാരസമായി മാറ്റി ദേവൻ പൗരപ്രമുഖനാം ശ്രീമോനമേടയിൽ അന്നു നീ അതിഥിയായി ചെന്ന നേരം ഗർവാതിശയമോ വൃഥ മൗഢ്യമോ കഷ്ട ആതിഥ്യമറിയാതെ ശ്രീമോൻ മറന്നു മണ്ണിലടർന്നൊരു താരക പോലൊരു വിശുദ്ധ വേണി നിനരികിലെത്തി കണ്ണുനീരാലെ പദം നനച്ചു ചാരു കുന്തളത്താലതു തുടച്ചു പാവങ്ങളൊക്കെയും നീക്കിയാ പതിതയെ പാവനയാക്കി ചമച്ചു അവളെ കല്ലെറിയാൻ വന്ന കൂട്ടരോടോടി പാപിയല്ലാത്തവർ കല്ലെറിയൂ നിന്റെ കൽപ്പാടുകൾ പിന്തുടർന്നെത്തി 12 പേർ നിന്റെ ശിഷ്യരായി 12 പേരും ഒന്നിച്ചു നീ ലോകത്തിൽ പാപമുക്തിക്കായി അലഞ്ഞലഞ്ഞു 12 പേർക്കും തനിക്കുമൊപ്പം വെള്ളി താമ്പാളത്തിൽ നീ വിളമ്പി ഭോജം അന്തിമ ഭോജന വേളയിലരുളി ഇതിലൊരുവൻ ഒട്ടിക്കൊടുക്കുമെന്നേ ചുംബനം കൊണ്ട് അഭിജ്ഞാനമേകി ഗുരുവിനെ ഒറ്റിക്കൊടുത്തു ശിഷ്യൻ 30 വെള്ളിക്കാശിനായി ലോകത്തിൽ ആദ്യത്തെ വഞ്ചകനായുദാസ് മുൾമുടി അണിഞ്ഞും മരക്കുരിശേന്തിയും കാൽവരിയിലെ കഥമകിശണ്ടയാനം ചാട്ടവർ അടിയേറ്റു പിടയുന്നു നാഥൻ രക്തവും കണ്ണീരും ഒഴുകുന്ന പാത ഓടി വന്നെത്തിയ കണ്ണീരു കൈലേസിലൊപ്പി വൈറോനിക്ക എന്ന പാപം എന്തത്ഭുതം കൊച്ചു തൂവാലയിൽ പതിക്കുന്നത് ദേവേശ നിന്തിരുമുഖം കൈകാലില്ലാഞ്ഞടിച്ചാണി തറച്ച നന്മയെ കുരിശിലേറ്റുന്ന തിന്മ മടിയിൽ മകനെ കിടത്തി വിലാപത്തിൽ മിഴിവാർന്ന പ്രതിമ പോൽ പാപമമ്മ ഇനി നമ്മൾ ഒരു ഗെയിമിലേക്ക് കടക്കാണ്. അതെന്താ വെച്ചാൽ ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കും, നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് സമ്മാനം തരും. ആർ യു റെഡി? ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാണ്. സീറോ മലബാർ സഭയുടെ ആദ്യത്തെ മേജർ ആർച്ച് ബിഷപ്പ് ആരാണ്? ആരായിരിക്കും? ആർച്ച് ബിഷപ്പ് മാർ ആന്റണി പടിയറ. നല്ലൊരു ഐഡിയ കൊടുക്കാം. ഓക്കെ, മോൾ ഫ്രണ്ടിലോട്ട് വന്നു. അപ്പോൾ ഈ മോൾക്ക് സമ്മാനം കൊടുക്കാനായിട്ട് നമുക്ക് നമ്മുടെ കൈക്കാരൻ വേദിയിലേക്ക് ക്ഷണിക്കാം. സീറോ മലബാർ സഭയുടെ ആദ്യത്തെ മിഷൻ രൂപത ഏതാണ്? ഏതായിരിക്കും? ശാന്തം മിഷൻ.
നല്ലൊരു ഐഡിയ കൊടുക്കാം. ചാന്ത മിഷൻ. ഓക്കെ, മോളെ ഫ്രണ്ടിലോട്ട് വന്ന്. അപ്പോൾ ഈ മോൾക്ക് സമ്മാനം കൊടുക്കാനായിട്ട് നമുക്ക് നമ്മുടെ PTA പ്രസിഡന്റിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. മാതാവിന്റെ ജനന തീയതി എന്നാണ്, അല്ലെങ്കിൽ ജനന തിരുനാൾ എന്നാണ്? സെപ്റ്റംബർ 8. സെപ്റ്റംബർ 8. നല്ലൊരു ഐഡിയ കൊടുക്കാം മോൾക്ക്. മോള് ഫ്രണ്ടിലോട്ട് വന്ന്. ഈ മോൾക്ക് സമ്മാനം കൊടുക്കാനായിട്ട് നമുക്ക് നമ്മുടെ ബ്രദറിനെ ക്ഷണിക്കാം. ബ്രദറെ, നല്ലൊരു ഐഡിയ കൊടുക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ മരിയൻ കേന്ദ്രം ഏതാണ്? ലൂർദ്. ലൂർദാണോ? അപ്പൊ നല്ലൊരു ഐഡിയ കൊടുക്കണ്ടേ? ഐഡിയ കൊടുക്കാം മോള്. അപ്പൊ ഈ മോൾക്ക് സമ്മാനം കൊടുക്കാനായിട്ട് നമുക്ക് വൈസ് പ്രിൻസിപ്പലിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. താങ്ക് യു സർ. വിശുദ്ധ എവുപ്രാസിമയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയ മാർപ്പാപ്പ ആരാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പ. ഓക്കെ, ഒരു നല്ലൊരു ഐഡിയ കൊടുക്കാം. ഓക്കെ, ഫ്രണ്ടിലോട്ട് വന്നു. അപ്പോൾ ഈ മോനെ സമ്മാനം കൊടുക്കാനായിട്ട് നമുക്ക് നമ്മുടെ പ്രിൻസിപ്പലിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. ടീച്ചറെ, ഈശോയിൽ കൂടുതൽ വിശ്വാസത്തിൽ വളരുവാനും ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ ശാലും പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കാമോ? ഇവിടെ ഇപ്പം ഒന്ന് നമ്മൾ ഇതിൽ കണ്ടു കാണും, നമ്മൾ കുർബാനയ്ക്ക് സമർപ്പണം, കാഴ്ച സമർപ്പണം. ഈ കാഴ്ച സമർപ്പണത്തിന് നമ്മൾ ശേഖരിക്കുന്ന പൈസ നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഇപ്പം നമ്മൾ വിധിക്കരുന്നതിൽ നമ്മൾ പറഞ്ഞാണ് കാരുണ്യമാണ് ഈശോയുടെ വന്ന്. അങ്ങനെ കാരുണ്യ പ്രവർത്തിക്കായിട്ട് നമ്മളിത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ 12 ക്ലാസ്സിന് ACC 13 ക്ലാസ്സിൻ്റെയും കാഴ്ച സമർപ്പണത്തിൻ്റെ എമൗണ്ട് കൂട്ടിയിട്ട് നമ്മൾ ക്രിസ്മസിനോ ഈസ്റ്ററിനോ സമയത്ത് നമ്മൾ കുട്ടികളും ടീച്ചേഴ്സും അച്ഛനും കൂടി കൂടിയിട്ട് ഏതെങ്കിലും ഒരു, നമ്മളിവിടെ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ പോപ്പോൾ മെഴ്സി ഹോമിലാണ് പോയത്, അതുപോലെ ഏതെങ്കിലും സ്ഥാപനത്തിൽ കൊടുക്കും. അതാണ് ഒരു കാര്യം ചെയ്യണത്. പിന്നെ നമ്മൾ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ കുട്ടികളെ കുർബാനയ്ക്ക് സ്ഥിരം വരാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ വർഷത്തിൽ ഞങ്ങൾ 365 ദിവസത്തിലെ 60% അറ്റൻഡൻസ് ആയിട്ട് 220 ദിവസം കുർബാനയ്ക്ക് വന്ന കുട്ടികൾക്ക് പ്രത്യേകം സമ്മാനം കൊടുത്തു. അത് പ്രോത്സാഹനമായിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇക്കൊല്ലം അങ്ങനെ കുറേ കുട്ടികൾ കുർബാനയ്ക്ക് വരാൻ പ്രോത്സാഹിപ്പിക്കപ്പെട്ടു. കുർബാനയുടെ മഹത്വം അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അതിന് ചെറിയൊരു പ്രോത്സാഹനം കൊടുത്തു മാത്രം. അപ്പം നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ സമ്മാനം കൊടുക്കണ പോലെ തന്നെ ഞങ്ങൾ അങ്ങനെ ചെയ്തു മാത്രം. പിന്നെ നമ്മൾ അസംബ്ലിയിൽ ഇതേമാതിരി ഒരു വിശുദ്ധനെ പരിചയപ്പെടുത്തും. ഇന്നിപ്പോൾ പ്രാസ്യമയെ പരിചയപ്പെടുത്തിയത് തൊട്ടടുത്ത ദിവസങ്ങളിലെ പെരുന്നാളായതായിരുന്നു, ഓഗസ്റ്റ് 29 ആയിരുന്നല്ലോ. അപ്പോൾ അതുപോലെ ആ അടുത്ത പെരുന്നാൾ ആരുടെയാണോ തിരുനാളിൻ്റെ ദിവസത്തിൽ ഫീസ്റ്റ് ആഘോഷിക്കുന്ന വിശുദ്ധയോ വിശുദ്ധൻ്റെയോ ആളെ നമ്മൾ ആ ക്ലാസ്സിലെ കുട്ടികൾ പരിചയപ്പെടുത്തും. പിന്നെ കുട്ടികളെ വായനയ്ക്ക് ശീലാക്കാൻ വേണ്ടിയിട്ട് ബൈബിൾ വായിപ്പിക്കും. ഇന്നിപ്പോൾ ചെറിയ കുട്ടി വായിച്ച പോലെ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എല്ലാത്തിലും ചെയ്യണത്. പിന്നെ അവർക്ക് പ്രത്യേകിച്ച് ക്ലാസ്സുകൾ, ഇപ്പോൾ സുരക്ഷയെക്കുറിച്ച് ഇന്നലെ അവർക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോ ക്ലാസ്സുകൾ കൊടുത്ത് അവരെ പ്രബുദ്ധരാക്കാനുള്ള വഴികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളാലാകുന്ന രീതിയിൽ ടീച്ചേഴ്സ് സഹകരിച്ച് അച്ഛൻ്റെയും കൈക്കാരന്മാരുടെയും സഹായത്തോടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു ടീച്ചർ. മറ്റൊരു പ്രത്യേകത ഈ ഇടവകയിൽ കണ്ടത്, എല്ലാ ചോദ്യത്തിനും കൈ ഉയർത്തുന്ന ഒരു മോനെ ഞങ്ങൾ കണ്ടായിരുന്നു. അതായത് ഉത്തരം തെറ്റോ അതൊന്നും അവന്റെ വിഷയമല്ല, അവന് എല്ലാ ചോദ്യത്തിനും അവനൊരു ആൻസർ ഉണ്ട്. സോ നമുക്ക് അവനെ വേദിയിലേക്ക് ക്ഷണിക്കാം. നല്ലൊരു കൈ കൊടുത്തേ. വിശ്വാസ പരിശീലന രംഗത്ത് 35 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള ഒരു അധ്യാപകൻ ഇവിടെയുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഇത്രയും വർഷം ഈശോയുടെ ഒപ്പമായിട്ട് ഈശോയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് എങ്ങനെ സാധിച്ചു എന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. പക്ഷേ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത വിധിയെ കുറിച്ചിട്ട് പറഞ്ഞു. അവസാന വിധിക്ക് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവസാനം വിധിക്കാൻ അത് ദൈവം തയ്യാറായിട്ടിരിക്കുകയാണ്. അതിനു മുമ്പ് നമുക്ക് ആരെയും വിധിക്കാനുള്ള അധികാരം ഇല്ല. അവസാന വിധി വരെ നമ്മുടെ ഓരോ നിരന്തരമായ ജീവിതത്തിലൂടെ നമ്മൾ ആ വിധിക്ക് തയ്യാറെടുക്കുകയാണ് ചെയ്യണത്. ആ ഒരു പരിശീലനമാണ് ഞങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാറ്റീസം അധ്യാപകൻ എന്ന നിലയിൽ നിത്യതയിലേക്കുള്ള ഒരു യാത്ര എന്നുള്ള നിലയിലാണ് ഇതിന് പ്രോത്സാഹനം കൊടുക്കുന്നത്. അതിൻ്റെ പാതയിലൂടെ ഞങ്ങൾ ചരിക്കുന്നത്. കുട്ടികളെ നമ്മൾ മതബോധന രംഗത്ത് നമ്മുടെ സഭയോട് ചേർന്ന് പ്രവർത്തിക്കുകയാണ് എല്ലാ അധ്യാപകരും. ഞാനും ഒരു ചെറിയൊരു ഭാഗം എന്ന ഞങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയ ഭാഗമാണ് ഞങ്ങളിവിടെ നിർവഹിക്കുന്നത്. അതിലെല്ലാ അധ്യാപകർക്കും ഞങ്ങൾക്കും വളരെയധികം സന്തോഷമുണ്ട്. ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ദൈവം നൽകി വരുന്നും ഉണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ചെയ്യാണ്. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങളും ഓരോ കാര്യങ്ങളും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്നുള്ള ഒരു വിശ്വാസ ബോധ്യത്തോടു കൂടി ഈ കുഞ്ഞുമക്കൾ വളരണമെന്നാണ് അധ്യാപകർ എന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. താങ്ക് യു. വിധിയെക്കുറിച്ചാണ് ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ കണ്ടത്. ഈ ചർച്ചയുടെ അവസാനം നമുക്ക് മനസ്സിലായി, വിധിയല്ല കരുണയും സ്നേഹമാണ് ഈശോ ആഗ്രഹിക്കുന്നത്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു ദേവാലയത്തിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.